പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. അഭിഷേക അഗ്നിയുടെ പ്രേക്ഷകർക്ക് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ കൃപയും സമാധാനവും. പ്രൈസ് ദ ലോർഡ്. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് ദൈവത്തിന്റെ വിടുതൽ ദൈവമക്കൾക്ക് സൗജന്യമായി കൊടുക്കാൻ ആഗ്രഹിക്കുന്ന ദൈവം അതിനുവേണ്ടി നൽകിയിട്ടുള്ള വഴികളെക്കുറിച്ചാണ്. ഈ ലോകത്തിൽ ഓരോ സാഹചര്യത്തിൽ കഠിനമായ കെട്ടുകളിലും തകർച്ചയിലും വലിയ പീഡകളിലും ദുരിതത്തിലും ജനം അകപ്പെടുമ്പോൾ ആ ജനത്തെ അവരുടെ കണ്ണുനീരിന്റെ കയങ്ങളിൽ നിന്ന് വലിയ സന്തോഷത്തിന്റെ തുറമുഖത്തേക്ക് നയിക്കാൻ, അവരുടെ കണ്ണുനീർ, അവരുടെ വിലാപം ആനന്ദ നൃത്തമാക്കി മാറ്റാൻ ദൈവം ഒരുപാട് വിടുതലിന്റെ വഴികൾ ലോകത്തിൽ നൽകിയിട്ടുണ്ട്. പ്രൈസ് ദ ലോർഡ്. ദൈവം ഒരുപാട് വിടുതൽ നൽകാൻ ആഗ്രഹിക്കുന്ന ദൈവമാണ്. ദൈവദാസന്മാർ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ വിടുതലുണ്ട്. ദൈവസന്നിധിയിൽ യേശുവിന്റെ നാമത്തിൽ വിടുതലുണ്ട്. ദൈവത്തിന്റെ ദാസന്മാർ കുരിശിന്റെ അടയാളത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ വിടുതലുണ്ട്. വിശുദ്ധ കൂദാശകളിൽ പങ്കെടുക്കുമ്പോൾ വിടുതലുണ്ട്. ശാസിച്ച് ബന്ധിച്ച് ബഹിഷ്കരിച്ച് ഡെലിവറൻസ് പ്രാർത്ഥന നടത്തുമ്പോൾ വിടുതലുണ്ട്. ഇങ്ങനെ ഒരുപാട് ആത്മീയ മാർഗങ്ങൾ ദൈവജനത്തിന്റെ കെട്ടുകൾ അഴിക്കാൻ വേണ്ടി ഈ ഭൂമിയിൽ കർത്താവ് നൽകിയിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു വഴിയാണ് വ്യഞ്ചരിച്ച വസ്തുക്കൾ വഴിയുള്ള വിടുതൽ. നാം ഇന്ന് ചിന്തിക്കുന്നത് ഈ വിഷയത്തെക്കുറിച്ചാണ്. വ്യഞ്ചരിച്ച വസ്തുക്കൾ വഴിയുള്ള വിടുതൽ. നിരവധി വ്യക്തികൾക്ക് തെറ്റായ ഒരു ധാരണയുണ്ട്. വ്യഞ്ചരിച്ച വസ്തുക്കൾ ഉപയോഗിക്കുന്നത് ഒരു അന്ധവിശ്വാസമാണ്. വ്യഞ്ചരിച്ച വസ്തുക്കൾ ധരിക്കുന്നതും അത് ഉപയോഗിച്ച് പ്രാർത്ഥിക്കുന്നതും അത് ഒരു വില കുറഞ്ഞ ആത്മീയ രീതിയാണ്. ഇങ്ങനെ നിരവധി ദൈവമക്കളുടെ ഹൃദയങ്ങളിൽ പിശാച് തെറ്റായ ബോധ്യങ്ങൾ നൽകിയിട്ടുണ്ട്. പ്രൈസ് ദ ലോർഡ്. അതുകൊണ്ട് ഇതിനെക്കുറിച്ച് ദൈവവചന പ്രകാരം നമ്മളൊന്ന് മനസ്സിലാക്കണം. ബൈബിളിൽ നിരവധി സ്ഥലത്ത് സൃഷ്ടപ്രപഞ്ചത്തിലെ വസ്തുക്കൾ എടുത്ത് ദൈവശക്തിയുടെ മാധ്യമങ്ങളായി ഉപയോഗിച്ച് ദൈവജനത്തിന് വിടുതൽ നൽകുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. രാജാക്കന്മാരുടെ 2-ാം പുസ്തകത്തിൽ 2-ാമത്തെ അധ്യായത്തിൽ 19 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ. ജെറീക്കോയിലെ ജനം ഏലീഷ പ്രവാചകന്റെ അടുത്ത് വന്ന് ഒരു സങ്കടം ഉണർത്തിക്കുന്നു. നഗരവാസികൾ ഏലീഷായോട് പറഞ്ഞു, പ്രഭോ, നോക്കൂ, ഈ പട്ടണം ജീവിക്കാൻ പറ്റിയ പട്ടണമാണ്. എന്നാൽ ഇവിടുത്തെ വെള്ളം മലിനവും നാട് ഫലശൂന്യവുമാണ്. പ്രവാചകൻ അവരോട് പറഞ്ഞു, ഒരു പുതിയ പാത്രം കൊണ്ടുവരുവിൻ. അവർ ഒരു പുതിയ പാത്രം പ്രവാചകന്റെ അടുത്ത് കൊണ്ടുവന്നു. പ്രവാചകൻ വീണ്ടും പറഞ്ഞു, അതിൽ ഉപ്പിടുവിൻ. പ്രവാചകന്റെ വാക്കനുസരിച്ച് അവർ അതിൽ ഉപ്പിട്ടു. പ്രവാചകൻ അവരോട് വീണ്ടും പറഞ്ഞു, എന്നെ ഒരു ഉറവയുടെ അടുത്തേക്ക് കൊണ്ടുപോകുക. ജനം പ്രവാചകനെ ഒരു ഉറവയുടെ അടുത്തേക്ക് കൊണ്ടുപോയി. പ്രവാചകൻ ഉപ്പ് കരങ്ങളിൽ എടുത്തിട്ട് ഇങ്ങനെ പറഞ്ഞു, കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ ഇന്ന് ഈ ഉറവ ശുദ്ധീകരിക്കുന്നു. ഇനി ഇത് മരണത്തിനോ ഫലശൂന്യതയ്ക്കോ കാരണമാവുകയില്ല എന്ന് പറഞ്ഞ് ആ ഉപ്പ് ആ വെള്ളത്തിലേക്ക് ഇട്ടു. പ്രൈസ് ദ ലോർഡ്. ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുകയാണ്, നൂറ്റാണ്ടുകളായി ആ സ്ഥലത്തിന്റെ മേൽ, ആ മണ്ണിന്റെ മേൽ, ആ കാലാവസ്ഥയുടെ മേൽ ഉണ്ടായിരുന്ന കെട്ട് ഈ ശുശ്രൂഷ വഴി അഴിഞ്ഞു വീണു. ഒരു സെക്കൻഡ് ഈ ഉപ്പ് ആ വെള്ളത്തിലേക്കിട്ട് കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ ഈ ഉറവ ശുദ്ധീകരിച്ചിരിക്കുന്നു എന്ന് പ്രവാചകൻ പറഞ്ഞതും ആ മണ്ണിന്റെ മേലും കാലാവസ്ഥയുടെ മേലുണ്ടായിരുന്ന കെട്ട് അഴിഞ്ഞു. ഇവിടെ നമ്മൾ കാണുന്ന എന്താണ്? സൃഷ്ടപ്രപഞ്ചത്തിൽ ഒരു വസ്തുവെടുത്ത് ദൈവശക്തിയുടെ മാധ്യമമായി ഉപയോഗിക്കുന്ന ദൈവദാസനെയാണ് രാജാക്കന്മാർ 2-ാം പുസ്തകം 2-ാം അധ്യായം 19 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിൽ കാണുന്നത്. വചനം പഠിപ്പിക്കുന്നു, പ്രവാചകൻ ചെയ്ത ആ ശുശ്രൂഷയുടെ നിമിഷം മുതൽ ഇന്നും ആ വെള്ളം ശുദ്ധമാണ്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പുതിയ നിയമത്തിലും ഇതുപോലുള്ള ഒരു സംഭവം നമുക്ക് കാണുവാൻ സാധിക്കും. മർക്കോസിന്റെ സുവിശേഷത്തിൽ 6-ാം അധ്യായത്തിൽ 12ഉം 13ഉം തിരുലിഖിതങ്ങൾ. യേശുക്രിസ്തു ജീവിച്ചിരുന്നപ്പോൾ തന്നെ യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാരെ സുവിശേഷം പ്രസംഗിക്കാൻ വേണ്ടി
പട്ടണങ്ങളിലേക്കും ഗ്രാമങ്ങളിലേക്കും അവിടുന്ന് അയച്ചിരുന്നു. ശിഷ്യന്മാർ പുറപ്പെട്ട് ജനങ്ങളോട് അനുതപിക്കണം എന്ന് പ്രസംഗിച്ചു. അനേകം പിശാചുകളെ അവൻ പുറത്താക്കി. അനേകം രോഗികളെ തൈലം പൂശി സുഖപ്പെടുത്തി. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അനേകം രോഗികളെ തൈലം പൂശി സുഖപ്പെടുത്തി. ഹല്ലേലൂയ. ശിഷ്യന്മാർ പ്രാർത്ഥിച്ച തൈലമെടുത്ത് രോഗികളുടെ മേൽ പൂശുമ്പോൾ, പിശാച് ബാധിതരുടെ മേൽ പൂശുമ്പോൾ പിശാചുകൾ കൂട്ടത്തോടെ ഓടിയിറങ്ങിപ്പോയി. രോഗങ്ങൾ കൂട്ടത്തോടെ വിട്ടൊഴിഞ്ഞു പോയി. വലിയ വിടുതലിന്റെ ഒരു ഉത്സവം തന്നെ ആ നാട്ടിലുണ്ടായി. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്താ അപ്പോസ്തലന്മാരുടെ ജീവിതത്തിൽ, അപ്പോസ്തലന്മാരുടെ ശുശ്രൂഷ മണ്ഡലത്തിൽ കാണുന്നത്? അവർ എണ്ണയെടുത്ത്, പ്രാർത്ഥിച്ച തൈലമെടുത്ത് അവർ രോഗികളുടെ മേൽ പൂശുന്നു. തൈലമെടുത്ത് അവർ വന്ന ഓരോ വിഷമത്തിലിരിക്കുന്ന, വ്യാധിയിലിരിക്കുന്ന, വ്യതയിലിരിക്കുന്നവരിൽ പൂശുന്നു. വിടുതൽ, വിടുതൽ, വിടുതൽ സംഭവിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു അനുഭവം ഞാൻ നിങ്ങളോട് പറയാം. അച്ഛന് വളരെ വ്യക്തിപരമായി അറിയാവുന്ന ഒരു വ്യക്തി, അദ്ദേഹത്തിന്റെ 2 കാലിലും കാൽമുട്ട് മുതൽ കണങ്കാൽ വരെ കറുത്ത് പഴുത്ത് പൊട്ടി വലിയ വ്രണങ്ങളായി മാസങ്ങളോളം വേദനിച്ചിരിക്കുകയായിരുന്നു. ഓരോ കാലിലും 10-12 കുഴികൾ, വലിയ നെല്ലിക്ക എടുത്ത് വെക്കാവുന്ന തരത്തിലുള്ള 10-12 കുഴികൾ, അങ്ങനെ മാംസം പൊട്ടി വലിയ കുഴികളായി 2 കാലും കാൽമുട്ട് മുതൽ കണങ്കാൽ വരെ ഇരിക്കുകയാണ്. ഈ കേരളത്തിൽ ലഭിക്കാവുന്ന നല്ല ട്രീറ്റ്മെന്റ് അദ്ദേഹത്തിന് കൊടുത്തുകൊണ്ടിരുന്നു. ദൂര സ്ഥലത്തുള്ള മരുന്നുകൾ വന്ന് അദ്ദേഹം ആ മെഡിസിൻ ട്രീറ്റ്മെന്റ് എടുത്തുകൊണ്ടിരുന്നു. എങ്കിലും രോഗം മൂർച്ഛിച്ചതല്ലാതെ ഈ കാലിലെ പഴുപ്പോ ഈ കാലിലെ വ്രണങ്ങളോ കരിഞ്ഞില്ല. മാസങ്ങൾ ഈ കഠിന പീഡ അനുഭവിച്ചപ്പോൾ അദ്ദേഹത്തിന് പുറത്തിറങ്ങാൻ നിവൃത്തിയില്ലാതെയായി. അദ്ദേഹത്തിന് ബസ്സിൽ യാത്ര ചെയ്യാനോ കടയിലേക്ക് ഇറങ്ങാനോ പറ്റാതെയായി. കാരണം പച്ച മാംസം ചീഞ്ഞതിന്റെ മണം നിമിത്തം അദ്ദേഹം പുറത്തിറങ്ങാതെ വീട്ടിൽ തന്നെ ഇരിപ്പായി. സ്വന്തം പറമ്പിൽ പോലും അദ്ദേഹം ഇറങ്ങാതെയായി. അദ്ദേഹം ഭവനത്തിൽ കിടപ്പായി. അങ്ങനെ ഇരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ദുരവസ്ഥയെക്കുറിച്ച് കേൾക്കുവാൻ ഇടവന്നു. ഇവിടുന്ന് വെഞ്ചരിച്ച എണ്ണയുമായി ഏതാനും സഹോദരങ്ങൾ ഭവനത്തിലേക്ക് ഞാൻ പറഞ്ഞയച്ചു. ആ സഹോദരങ്ങൾ ആ ഭവനത്തിൽ ചെന്നു. ഈ വെഞ്ചരിച്ച എണ്ണ ആ സഹോദരന്റെ 2 കാലിലും തളിച്ച് പൂശി അവർ യേശുവിന്റെ നാമത്തിൽ വലിയ വിടുതലിനായി ശക്തിയോടെ പ്രാർത്ഥിച്ച്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. 8 ദിവസത്തിനുള്ളിൽ തന്നെ സന്തോഷകരമായ വാർത്ത ഞാൻ കേട്ടു. എന്താണത്? അദ്ദേഹത്തിന്റെ കാലിന്റെ വ്രണങ്ങൾ 80% കരിഞ്ഞുണങ്ങി. ഇനി ഏതാനും ഭാഗങ്ങൾ കരിയാനുണ്ട്. അതും സ്പീഡി റിക്കവറി, വേഗത്തിൽ സുഖപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. മാസങ്ങൾ ട്രീറ്റ്മെന്റ് നടത്തിയിട്ട് സൗഖ്യം കിട്ടാത്തത്. വെഞ്ചരിച്ച വസ്തു ദൈവത്തിന്റെ ശക്തിയുടെ മാധ്യമങ്ങളായി ഈ സൃഷ്ടപ്രപഞ്ചത്തിലെ വസ്തുക്കൾ ഉപയോഗിക്കാമെന്ന തിരുവചന ബോധ്യം അനുസരിച്ച് വെഞ്ചരിച്ച എണ്ണ ഉപയോഗിച്ചപ്പോൾ അത്ഭുത വിടുതൽ ആ കുടുംബത്തിൽ കർത്താവ് നൽകി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. തൃശൂർ അതിരൂപതയിലുള്ള മുക്കാട്ടുകര എന്ന സ്ഥലത്ത് ഒരു ധ്യാനം നടത്തിയപ്പോൾ അവിടെ ഉണ്ടായ അനുഭവം ആ വ്യക്തി എഴുതി തന്നത് നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാം. അവരിത് കേട്ടപ്പോൾ വിശ്വാസത്തോടെ വെഞ്ചരിച്ച വെള്ളം കൊണ്ടുപോയി അവരുടെ കൃഷിയിടത്തിൽ തളിച്ചു. ആ അനുഭവം നിങ്ങൾ ശ്രദ്ധിക്കുക. 2005 ധ്യാനത്തിന്റെ അവസരത്തിൽ വെഞ്ചരിച്ചു നൽകിയ വെള്ളം ഞങ്ങളുടെ വീട്ടുവളപ്പിൽ കായ്കനികൾ തരാത്ത കുടപ്പുളി, ചാമ്പ, ഇരുമ്പംപുളി തുടങ്ങിയ പല വൃക്ഷങ്ങളുടെ മേൽ തളിച്ചിട്ട് ഫലം തരണം എന്ന് യേശുവിന്റെ നാമത്തിൽ പറഞ്ഞു. സസന്തോഷം ഞാൻ നിങ്ങൾ അറിയിക്കുന്നു. ആ വർഷം ഞങ്ങളുടെ പറമ്പിലെ വൃക്ഷങ്ങൾ പൂത്തു, കായകൾ ചൂടി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. കായ്കനികൾ നൽകാത്ത വൃക്ഷങ്ങൾ വെഞ്ചരിച്ച വെള്ളം നളിച്ചപ്പോൾ ആ പറമ്പിൽ ഫലം നൽകി. മച്ചിയായി നിലനിന്നിരുന്ന വൃക്ഷങ്ങൾ ഫലം നൽകി തുടങ്ങി. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 2006 ഡിസംബർ 25 ക്രിസ്മസ് ദിനം, അന്ന് നിലമ്പൂർ പ്രദേശത്തുള്ള ഒരു ഭവനത്തിൽ ഒരു യുവാവ്, ഒരു വ്യക്തി സുഹൃത്തുക്കളോട് കൂടെ ഒരു പുഴയിൽ കുളിക്കാൻ പോയി. പുഴയിൽ കുളിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇവർ ബെൽറ്റ് അടിച്ച് പുഴവെള്ളത്തിലേക്ക് ചാടുന്ന സമയത്ത് ഈ സഹോദരൻ ബെൽറ്റ് അടിച്ച് ചാടിയത് ലക്ഷ്യം തെറ്റി മണൽ തിട്ടയിൽ തലയടിച്ച് അദ്ദേഹം വീണു. അപ്പോൾ തന്നെ കഴുത്ത് മുതൽ പാദം വരെ തളർന്നുപോയി. കഴുത്തിന് താഴത്തേക്ക് ചലനമറ്റു, സംസാരിക്കാൻ ശേഷിയില്ലാതെയായി. അദ്ദേഹത്തെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു. തിരുവനന്തപുരത്ത് ട്രീറ്റ്മെന്റ് ഇരിക്കുമ്പോൾ ഒരു വ്യത്യാസം ഇല്ലാതെ ഇരിക്കുന്ന സമയത്ത് ആ കൂടെ ഉണ്ടായിരുന്നവർ പ്രാർത്ഥിക്കാൻ വേണ്ടി വിളിച്ചു പറഞ്ഞു.
അപ്പോൾ ഫോൺ അറ്റൻഡ് ചെയ്ത വ്യക്തി അവരോട് പറഞ്ഞു, വെഞ്ചരിച്ച എന്തെങ്കിലും വസ്തുക്കൾ ഉണ്ടെങ്കിൽ ഈ വ്യക്തിയുടെ മേൽ പൂശിയോ തൊടിവിച്ചോ തടവിയോ പ്രാർത്ഥിക്കുക. അങ്ങനെ അവർ വെഞ്ചരിച്ച എണ്ണയുണ്ടായിരുന്നു എടുത്ത് ഈ വ്യക്തിയുടെ ശരീരത്തിൽ കഴുത്തിൽ പൂശി യേശുവിന്റെ നാമത്തിൽ സൗഖ്യത്തിനായി പ്രാർത്ഥിച്ചു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അതിനുശേഷം അവർ കൈകൾ കഴുകി അടുത്തുള്ളൊരു കടയിൽ പോയി ചായ കുടിച്ചു. ചായ കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ രോഗിയെ ശുശ്രൂഷിക്കാൻ വേണ്ടി കൂടെ നിന്നിരുന്നവർ ഓടി വന്ന് ഇവരോട് പറഞ്ഞു, ഇതാ രോഗി ചാടി എഴുന്നേറ്റിരിക്കുന്നു, രോഗി സംസാരിക്കുന്നു. അവർ ഓടി ആ ആശുപത്രി റൂമിലേക്ക് ചെന്നു. അപ്പോൾ രോഗി സുഖമായി സംസാരിക്കുന്നു. എന്താ സംഭവിച്ചത് അവർ ചോദിച്ചു. രോഗി പറഞ്ഞു, നിങ്ങൾ പോയി കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ ശരീരം മൊത്തം ഒരു കുടയണത് പോലെ ഒരു അനുഭവം ഉണ്ടായി. എന്റെ കഴുത്ത് ശരിയായി, ഇപ്പോൾ എനിക്ക് കൈകൾ അനക്കാം, ഇപ്പോൾ എനിക്ക് സംസാരിക്കാം, എന്റെ ശരീരത്തിൽ ഇപ്പോൾ സൗഖ്യമുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. വെഞ്ചരിച്ച വസ്തുക്കൾ ദൈവശക്തിയുടെ മാധ്യമങ്ങളായി ഉപയോഗിക്കുന്നത് ശക്തിയേറിയ ഒരു വിടുതൽ പ്രാർത്ഥനയാണ്. പ്രൈസ് ദി ലോർഡ്. അത് ധരിക്കുന്നതും അത് ഉപയോഗിക്കുന്നതും വില കുറഞ്ഞ ആത്മീയ രീതിയാണെന്നുള്ള ധാരണ തെറ്റാണ്. ഹല്ലേലൂയ, യേശുവേ സ്തോത്രം. വെഞ്ചരിപ്പും വെഞ്ചരിച്ച വസ്തുക്കൾ ഉപയോഗിക്കുന്നതും അന്ധവിശ്വാസമാണെന്ന ധാരണ തെറ്റാണ്. അത് ദൈവവചനപ്രകാരമുള്ള ഒരു വിടുതൽ ശുശ്രൂഷ രീതി അത്രേ. പ്രൈസ് ദി ലോർഡ്. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഈ നിമിഷങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവം തന്റെ ആത്മാവിനെ അയച്ച് ദൈവിക വഴികളും ദൈവിക വിടുതലിന്റെ മാർഗങ്ങളും അസമൃദ്ധമായി ബോധ്യപ്പെടാൻ തക്ക വിധം പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം ഉണ്ടാകട്ടെ. സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവത്തിന്റെ ആത്മാവേ, ദൈവത്തിന്റെ ആത്മാവേ, ദൈവത്തിന്റെ ആത്മാവേ, ദൈവത്തിന്റെ ആത്മാവേ, ദൈവത്തിന്റെ ആത്മാവേ, അഭിഷേകമായി അഗ്നിയായി ഇപ്പോൾ വ്യാപരിക്കണമേ. ഹൃദയങ്ങളിലേക്ക്, ജീവിതങ്ങളിലേക്ക്, കുടുംബങ്ങളിലേക്ക് വ്യാപരിക്കണമേ. കുരുട് പിടിച്ച ചിന്തകൾ തെളിഞ്ഞു വരട്ടെ, അന്ധകാര ചിന്തകൾ തെളിഞ്ഞു വരട്ടെ, ബോഷ്ക് ചിന്തകൾ തെളിഞ്ഞു വരട്ടെ. എല്ലാ വഷളത്വവും മൂഢത്വവും ദൈവമക്കളുടെ ഹൃദയങ്ങളിൽ നിന്ന് ഇപ്പോൾ തന്നെ പറിച്ചു കളഞ്ഞ് തെളിഞ്ഞ ചിന്തകൾ, വിശ്വാസ ബോധ്യങ്ങൾ, ദൈവിക കൃപയുടെ ആത്മീയ ബോധ്യങ്ങൾ ഇപ്പോൾ അവിടുന്ന് പകർന്നു നൽകണമേ. പിതാവ് നടാത്ത എല്ലാ ചെടികളും പറിച്ചു കളഞ്ഞ് സ്വർഗീയ ബോധ്യങ്ങൾ കൊണ്ട് ഹൃദയങ്ങളെ നിറയ്ക്കണമേ, നിറയ്ക്കണമേ, നിറയ്ക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഈ നിമിഷം അത്ഭുതത്തിന്റെ നിമിഷങ്ങളായി മാറണമേ, മാറണമേ, മാറണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ദിവ്യകാരുണ്യനാഥനാം ദൈവമേ, ദിവ്യകാരുണ്യാമൃതം നീ ചൊരിയൂ. ദിവ്യസൂര്യനാമേശുവേ രക്ഷകാ, ദിവ്യസ്നേഹാഗ്നിജ്വാലയായി നീ നിറയൂ. ദിവ്യകാരുണ്യനാഥനാം ദൈവമേ, ദിവ്യകാരുണ്യാമൃതം നീ ചൊരിയൂ. ദിവ്യസൂര്യനാമേശുവേ രക്ഷകാ, ദിവ്യസ്നേഹാഗ്നിജ്വാലയായി നീ നിറയൂ. അഞ്ജലി കൂപ്പി ഹൃദയമുയർത്തി, കണ്ണുകൾ താഴ്ത്തി, കാതുകൾ ചേർത്ത് തവ പാദേ ഞങ്ങൾ അണഞ്ഞിടുന്നു. ആത്മാവിലങ്ങേക്കാരാധന, അനുദിനമങ്ങേക്കാരാധന. ആയിരമായിരം ആരാധന, അനുദിനമങ്ങേക്കാരാധന. ദിവ്യകാരുണ്യനാഥനായ ഈശോ ഇതാ ജീവിക്കുന്ന കർത്താവായി നമ്മുടെ ഓരോരുത്തരുടെയും അരികിൽ ഇപ്പോൾ ഉണ്ട്. ഞാൻ നിങ്ങൾ ഇരിക്കുന്ന മുറിയിൽ, ഇരിക്കുന്ന ഇരിപ്പിടത്തിൽ തന്നെ ഇരുന്ന് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമെങ്കിൽ മകനെ, മകളെ, ഈ നിമിഷം ദൈവത്തിന്റെ അത്ഭുതം കാണുന്ന അത്ഭുത നിമിഷമായി കർത്താവ് രൂപാന്തരപ്പെടുത്തും. ഒരു വ്യക്തി ആ വ്യക്തിയുടെ അനുഭവം രേഖപ്പെടുത്തി നിങ്ങൾ ശ്രദ്ധിക്കുക. എന്റെ പേര് ജൈനി, എന്റെ വീട് തൃശൂർ ജില്ലയിൽ ഒല്ലുകര ദേശത്ത്. ശാലോം ചാനലിൽ ഞായറാഴ്ചകളിൽ 8:30 അഭിഷേകാഗ്നി എന്ന പ്രോഗ്രാം കാണാറുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ അഭിഷേകാഗ്നി പ്രോഗ്രാമിനോട് ചേർന്ന് ഞാൻ എന്റെ വേദന സമർപ്പിച്ച് ഉറക്കെ യേശുവിനെ വിളിച്ചു.
എന്റെ ഏറ്റവും വലിയ പ്രശ്നം 13 കൊല്ലമായി വിൽപ്പനയ്ക്കിട്ടിരുന്ന തറവാട് വക ഭൂമി വിൽക്കാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് അത് വിറ്റ് ഒരു സ്വന്തമായ ഭൂമി, ഒരു വീട് വെച്ച് താമസിക്കണം എന്നായിരുന്നു എന്റെ ആഗ്രഹം. അപ്പോൾ ഞാൻ ഈ അഭിഷേകാഗ്നി പ്രോഗ്രാമിനോട് ചേർന്ന് ആരാധനയുടെ സമയത്ത് യേശുവിനെ വിളിച്ച് കരഞ്ഞു പ്രാർത്ഥിച്ചു. മധ്യസ്ഥ പ്രാർത്ഥന അംഗങ്ങളോട് ചേർന്ന് ഞാൻ യേശുവിനെ വിളിച്ചു. അപ്പോൾ എന്റെ കുടുംബത്തിൽ വലിയ അത്ഭുതം നടന്നു. 13 കൊല്ലമായി വിൽപ്പനയ്ക്കിട്ടിരുന്ന തറവാട് വക ഭൂമി 2006 മാർച്ച് മാസത്തിൽ കച്ചവടം നടന്നു. എനിക്ക് ഒരു വീട് സ്വന്തമായി വാങ്ങാനും സാധിച്ചു. അങ്ങനെ പുത്തൻ വീട്ടിൽ ഞാൻ 2006 ഒക്ടോബറിൽ താമസവും ആക്കി. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു സ്വന്തമായ വീടില്ലാതെ വാടക വീട്ടിൽ കടന്നിരുന്ന ഒരു വ്യക്തി, തറവാട് വക ഭൂമി 13 വർഷമായി വിൽക്കാൻ ആഗ്രഹിച്ച് വിൽക്കാൻ പറ്റാതിരുന്ന വ്യക്തി അഭിഷേകാഗ്നി പ്രോഗ്രാമിന്റെ സമയത്ത് ടീമിനോട് ചേർന്ന് ലോകത്തെമ്പാടും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന അനേകായിരങ്ങളോട് ചേർന്ന് കരങ്ങൾ ഉയർത്തി യേശുവേ എന്ന് വിളിച്ചപ്പോൾ തറവാട് വക ഭൂമി 13 വർഷമായി വിൽക്കാൻ പറ്റാതെ കടന്നിരുന്ന ഭൂമി വിൽക്കപ്പെടുകയും കഴിഞ്ഞ മാർച്ചിൽ അത് വിറ്റ് കഴിഞ്ഞ ഒക്ടോബറിൽ പുത്തൻ വീട് വാങ്ങി അതിൽ താമസമാക്കാൻ തക്കവിധം കർത്താവ് മകളെ അനുഗ്രഹിക്കുകയും ചെയ്തു. ഹല്ലേലൂയ. സ്വന്തമായി വീടില്ലായിരുന്ന മകൾക്ക് ഇന്ന് സ്വന്തമായി ഒരു വീടുണ്ട്. പ്രിയപ്പെട്ട മക്കളെ, ഇപ്പോൾ യേശുവിനെ വിളിക്കുക. യേശു ക്രിസ്തുവിന്റെ നാമത്തിന്റെ മഹാത്ഭുതങ്ങളെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുക. യേശുവേ, അത്ഭുതങ്ങളുടെ കർത്താവേ, ഇപ്പോൾ ഈ നിമിഷം അങ്ങയുടെ നാമത്തെ വിളിക്കുമ്പോൾ വലിയ അത്ഭുതങ്ങൾ ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് അവിടെ നൽകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇരിക്കുന്ന സ്ഥലങ്ങളിൽ തന്നെ ഇരുന്ന് കരങ്ങൾ യേശുവിന്റെ പക്കലേക്ക് ഉയർത്തി മനസ്സ് തുറന്ന് ഹൃദയപൂർവ്വം യേശുവിനെ വിളിക്കുക. നീ അടുത്തുള്ളവനെ നോക്കരുത്, നീ മറ്റുള്ളവർ എന്താണ് ചെയ്യുന്നത് നോക്കരുത്. നീയാണ് അനുഗ്രഹം പ്രാപിക്കേണ്ടത്. യേശുവിനെ വിളിക്കുക. അനുഗ്രഹം, ദൈവത്തിന്റെ ഇടപെടൽ, ദൈവത്തിന്റെ അത്ഭുതം ആഗ്രഹിക്കുന്നവർ മറ്റുള്ളവർ എന്ത് വിചാരിക്കുമെന്ന് ചിന്തിക്കാതെ ഇപ്പോൾ കരങ്ങൾ ഉയർത്തി യേശു ക്രിസ്തുവിനെ വിളിക്കുക. യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ വിടുതലും സൗഖ്യവും ഉണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവെ, വെഞ്ചരിപ്പിന്റെ അത്ഭുത ശക്തിയെക്കുറിച്ച് വെളിപ്പെടുത്തിയ അങ്ങയുടെ കരുണയെ ഞങ്ങൾ വാഴ്ത്തുന്നു. കർത്താവെ, ഈ നിമിഷം കുടുംബങ്ങളിലേക്ക് ആത്മീയ ബോധ്യങ്ങൾ സ്വീകരിക്കാൻ തടസ്സം നിൽക്കുന്ന കെട്ടുകൾ അഴിച്ച് ആത്മീയ വഴികളെക്കുറിച്ചും ആത്മീയ വിടുതലിന്റെ മാർഗങ്ങളെക്കുറിച്ചും അവിടുന്ന് അത്ഭുതകരമായ ബോധ്യങ്ങൾ നൽകണമേ. കർത്താവെ, എല്ലാ കുടുംബങ്ങളിലും ഇപ്പോൾ അത്ഭുതങ്ങൾ നടക്കട്ടെ. കർത്താവെ, അത്ഭുതങ്ങൾ നടക്കട്ടെ. വെഞ്ചരിച്ച വസ്തുക്കൾ ഉപയോഗിച്ച് മഹാത്ഭുതങ്ങൾ കാണാൻ തക്കവിധം അങ്ങയുടെ കൃപ കുടുംബങ്ങളിലേക്ക് ഒഴുകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കടബാധ്യതയുള്ളവർ, സ്വന്തമായി ഭൂമിയില്ലാത്തവർ, സ്വന്തമായി വീടില്ലാത്തവർ, സ്വന്തമായി ജോലിയില്ലാത്തവർ, സ്വന്തമായി വാഹനം ഇല്ലാത്തവർ, ആത്മീയ ജീവിതത്തിൽ അഭിവൃദ്ധി ഇല്ലാത്തവർ, മാനസാന്തരം ഇല്ലാത്തവർ, മദ്യപാനത്തിൽ കുടുങ്ങിക്കിടക്കുന്നവർ, ചീട്ടുകളിയിലും ദുർവൃത്തിയിലും അടിമപ്പെട്ടു പോയിരിക്കുന്നവർ, പലതരത്തിൽ ലഹരി വസ്തുക്കളുടെ അടിമകളായിരിക്കുന്നവർ, കഞ്ചാവും മയക്കുമരുന്നുകൾ ഉപയോഗിക്കുന്നവർ, ഹാൻസിന്റെയും പാൻപരാഗിന്റെയും അടിമത്തത്തിൽ തകർന്നുകൊണ്ടിരിക്കുന്ന ജീവിതങ്ങൾ യേശുവിന്റെ നാമത്തിൽ വിടുതൽ പ്രാപിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, യേശുവേ, ഈ രാത്രി കുടുംബങ്ങളിൽ ഇരുന്ന് നിലവിളിച്ച് പ്രാർത്ഥിക്കുന്ന എല്ലാ കുടുംബങ്ങളിലേക്കും സ്വർഗത്തിന്റെ ശക്തി പ്രവഹിക്കുകയും അങ്ങയുടെ നാമത്തിന്റെ മഹത്വത്തിനായി വലിയ വിടുതൽ സംഭവിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പാരമ്പര്യ രോഗങ്ങൾ യേശുവിന്റെ നാമത്തിൽ വിട്ടുപോകട്ടെ. കർത്താവെ, ഹൃദയ സംബന്ധമായ രോഗങ്ങൾ, കരൾ സംബന്ധമായ രോഗങ്ങൾ, അസ്ഥി സംബന്ധമായ രോഗങ്ങൾ, മജ്ജ സംബന്ധമായ രോഗങ്ങൾ, മഞ്ഞപ്പിത്തം, കാൽമുട്ടുകളും തളർന്നു കിടക്കുന്നവർ, കട്ടിലിൽ നിന്ന് എഴുന്നേൽക്കാൻ പറ്റാത്ത വിധം ശരീരം തളർന്നു കിടക്കുന്നവർ, കട്ടിലിൽ നിന്നും എഴുന്നേൽക്കാൻ പറ്റിയ വിധം വർഷങ്ങളായി രോഗികളായി കിടക്കുന്നവർ ഇപ്പോൾ യേശുക്രിസ്തുവിന്റെ ശക്തി പ്രാപിക്കട്ടെ. യേശുക്രിസ്തുവിന്റെ സ്പർശനം പ്രാപിക്കട്ടെ. കർത്താവെ, കൈ നിവർത്താൻ പറ്റാത്തവര്, കൈകൊണ്ട് ജോലി ചെയ്യാൻ പറ്റാത്തവര്, ജോലിക്ക് പോകാൻ പറ്റാത്തവര്, ഭക്ഷണം കഴിക്കാൻ പറ്റാത്തവര്, ഉദര സംബന്ധമായ പീഡയുള്ളവർ, അൾസർ രോഗികൾ, ക്യാൻസർ രോഗികൾ, അങ്ങയുടെ അത്ഭുത സ്പർശനത്താൽ വിടുതൽ പ്രാപിക്കാൻ തക്കവിധം അവിടുന്ന് കൈകൾ നീട്ടി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. ആത്മാവിലങ്ങേക്കാരാധന, അനുദിനമങ്ങേക്കാരാധന, ആയിരമായിരം ആരാധന, അനുദിനമങ്ങേക്കാരാധന.
എന്റെ പേര് ജോൺ എന്നാണ്. കാസർഗോഡ് ജില്ലയിൽ പടന്നക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞാൻ താമസിക്കുന്നത്. 3 നിയോഗങ്ങളുമായിട്ടാണ് ഞാൻ ഈ ദാനത്തിന്റെ പടി കയറി വന്നത്. ആദ്യത്തെ 2 ദിവസം പ്രത്യേകിച്ച് അനുഭവങ്ങളൊന്നും ഉണ്ടായില്ല. തൈലം പൂച്ചി പ്രാർത്ഥിക്കുന്ന സമയത്ത് ബ്രദർ പറഞ്ഞു, നേർച്ച സാക്ഷ്യപ്പെടുത്തിക്കോളാം എന്ന് പറഞ്ഞ് നേർന്ന് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു. 3 അനുഭവങ്ങളും എനിക്ക് സാധിച്ചു തന്നു. അതിന് ഞാൻ ദൈവത്തോട് നന്ദി പറയുകയാണ്. പ്രശ്നങ്ങൾ 6 വർഷമായി എന്നെ മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു മുട്ടിന്റെ വേദനയായിരുന്നു. അത് ഈ കഴിഞ്ഞ പ്രാവശ്യം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അസുഖപ്പെട്ട് കണ്ണടച്ച് പ്രാർത്ഥിക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. സ്വരം ഉയർത്തി പാടുമ്പോൾ തൊണ്ട ശരിക്കും വർക്ക് ചെയ്തിട്ടുണ്ടായില്ല. ഇപ്പോൾ ഒന്നിനും ഒരു കുഴപ്പവുമില്ല. എല്ലാം സാധിക്കും. 6 വർഷമായി കാലിന് ഭയങ്കരമായ വേദന ഉണ്ടായിരുന്ന വ്യക്തിയാണ് അദ്ദേഹം. ഈ ധ്യാനകേന്ദ്രത്തിൽ വരുമ്പോൾ ഇതിന്റെ ഒരു ആഗ്രഹമായിരുന്നു, എന്റെ 6 വർഷമായി വേദനയുള്ള എന്റെ കാല് സുഖപ്പെടണം. ഇപ്പോൾ ആ വേദന പൂർണ്ണമായും ഈ സഹോദരന് വിട്ടുമാറിയിട്ടുണ്ട്. ഇപ്പൊ നല്ല കാലിന് നല്ല സൗഖ്യം തോന്നണല്ലേ? അല്ലേ? മുട്ടുകുത്താനൊക്കെ പറ്റുന്നില്ലേ? ഒന്ന് മുട്ടുകുത്താവോ? 6 വർഷമായി വേദന ഉണ്ടായിരുന്ന കാൽമുട്ടാണ് അത്ഭുതകരമായി കർത്താവ് സുഖപ്പെടുത്തി അനുഗ്രഹിച്ച്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉറക്കെ സ്വരം എടുക്കുമ്പോൾ, ഉറക്കെ പാട്ട് പാടുമ്പോൾ തൊണ്ടയ്ക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതും അത്ഭുതകരമായി സുഖപ്പെട്ടു. ദൈവത്തിന് മഹത്വം നൽകാം. കരങ്ങളടിച്ച് ദൈവത്തെ ആരാധിക്കാം. ഹല്ലേലൂയ. വിശ്വസിച്ച ദൈവത്തിന്റെ മഹത്വം കാണാം, പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാം, ആരാധിച്ച ദൈവത്തിന്റെ വിടുത കാണാം, ആശ്രയിച്ച ദൈവത്തിന്റെ കരുണ കാണാം. സഹിയോൻ ടെലിവിഷന്റെ അഭിഷേകാഗ്നി ശാലോം ചാനലിൽ എല്ലാ ഞായറാഴ്ചകളിലും രാത്രി 8:30 മുതൽ 9 വരെ. പുനഃസംപ്രേഷണം എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 11 മുതൽ 11:30 വരെ. ഏകദിന കൺവെൻഷൻ എല്ലാ വെള്ളിയാഴ്ചകളിലും അട്ടപ്പാടി താവളം സെഹിയോൻ ധ്യാന കേന്ദ്രത്തിൽ. നിന്നോട് ഞാൻ കൽപ്പിക്കുന്നു, അവളെ വിട്ട് പുറത്തു പോകുക. വചനപ്രഘോഷണം, ദിവ്യബലി, കൗൺസിലിംഗ്, വിടുതൽ ശുശ്രൂഷ, രോഗശാന്തി ആരാധന. ശുശ്രൂഷകൾക്ക് സെഹിയോൻ ധ്യാന കേന്ദ്രം ഡയറക്ടർ ഫാദർ സേവ്യർ ഖാൻ വട്ടായിൽ നേതൃത്വം കൊടുക്കുന്നു. ഞങ്ങളുടെ അഡ്രസ്: ഡയറക്ടർ സെഹിയോൻ ധ്യാന കേന്ദ്രം, താവളം PO, അട്ടപ്പാടി, പാലക്കാട് ജില്ല, കേരള. പിൻ 678-589. ഫോൺ 04924253333 and 253647. ഞങ്ങളുടെ ഇമെയിൽ ID sehion@gmail.com. വെബ്സൈറ്റ് www.sehion.org.